ഹേയ് ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ വീണ്ടും ഒരു സൈക്കിൾ റൈഡാട്ടോ. സമയം രാവിലെ 5:40 ആവുന്നു. നമ്മുടെ ഡെയിലി മോർണിംഗ് റൈഡായിട്ട് ഇറങ്ങുന്നതാണ്. പക്ഷേ ഇന്നൊരു 100 കിലോമീറ്റർ റൈഡാട്ടോ. അപ്പോൾ നമ്മുടെ മഴ മുന്നറിയിപ്പൊക്കെ തന്നിട്ടുണ്ട്. ആകാശമൊക്കെ നോക്കിയാൽ അറിയാം. അത്യാവശ്യം ഒരു മഴയൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പാലാ റൂട്ടാണ് പോകുന്നത്. പാലാ ഈരാറ്റുപേട്ട ആ റൂട്ടാണ് പോകുന്നത്. അപ്പം ഡെസ്റ്റിനേഷൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഓൺ ദ വേ നമ്മുടെ വൈക്കത്തു നിന്ന് ബിജിച്ചേട്ടനെ മീറ്റ് ചെയ്യും. അപ്പം ബിജിച്ചേട്ടനും കൂടെ കണ്ടിട്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ MC റോഡ് കുറവലങ്ങാട് കോഴ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബിജിച്ചേട്ടനുമായിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബിജിച്ചേട്ടൻ ഓൾറെഡി എത്തി. ഗുഡ് മോർണിംഗ്. ബിജിച്ചേട്ടൻ തന്നെ ഒരു സമയം പറയും, എന്നിട്ട് അതിന് 10 മിനിറ്റ് മുന്നേ ബിജിച്ചേട്ടൻ എത്തും. അതെ അതെ, ടൈമിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിജിച്ചേട്ടൻ എങ്ങോട്ടാണ് പോകുന്നത്? ഏത് വെള്ളച്ചാട്ടം? വെട്ടുകുഴി മറ്റിടത്തല്ലല്ലോ. ഓക്കെ, അടിവാരം വെള്ളച്ചാട്ടം. ബീച്ചേട്ടൻ ഫ്ലാസ്ക് ചൂടുവെള്ളമൊക്കെ ആയിട്ടാ വന്നേക്കുന്നല്ലേ? ഓക്കെ, ഒരു ബസ്സല്ലേ സൈഡ് വഴി പോയേ? അപ്പോൾ ഇത് നമ്മുടെ MC റോഡ് കോഴ കേട്ടോ, കോഴ. ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കുവാണ്, പാലാ റൂട്ട്. ബിജേട്ടൻ പുതിയ ബൂട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മഴ സ്പെഷ്യൽ റൈഡ്, മഴയത്ത് റൈഡ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ പാലാ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്ലൈംസ് ഉണ്ട് കേട്ടോ. കയറ്റവും ഇറക്കവും. യൂഷ്വലി പാലാ പോകുന്നവരൊക്കെ നേരെ ഏറ്റുമാനൂർ എന്നിട്ട് ക്ലൈംബ് ഒഴിവാക്കി പോവാണ്. പക്ഷെ നമ്മളിത് ക്ലൈംബൊക്കെ പിടിച്ച് പോവാം കേട്ടോ, കോഴ ടു പാലാ. പക്ഷെ ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടല്ലോ, അല്ലേ ബീച്ചേട്ടാ? ഇറക്കത്തിലാണ് ബീച്ചേട്ടൻ പറക്കും. അങ്ങനെ മണ്ണക്കനാട് എത്തി. അപ്പോൾ മണ്ണക്കനാട് കഴിഞ്ഞിട്ടുള്ളൊരു ഇറക്കാം കേട്ടോ, മരങ്ങാട്ടുള്ളിലേക്ക്. ചവിട്ടി വിട് ബീച്ചേട്ടാ. അങ്ങനെ നമ്മൾ നെല്ലിയാന എത്തി. പാലാ റൂട്ടിലുള്ള ലാസ്റ്റ് ക്ലൈംബ് കേട്ടോ. ഇത് കഴിഞ്ഞൊരു ഇറക്കം നേരെ പാലാ എത്തും. അവിടുന്ന് നമ്മുടെ ഈരാറ്റുപേട്ട വരെ വലിയ ക്ലൈമ്പൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ പൂഞ്ഞാർക്ക് പോകും കേട്ടോ. പൂഞ്ഞാർക്ക് പോകും. പൂഞ്ഞാർ റൂട്ടിൽ വീണ്ടും ക്ലൈമ്പുണ്ട്. അപ്പോൾ നമ്മുടെ പാലാ ജൂബിലിയൊക്കെ നടക്കുന്ന ആ ഒരു ലൊക്കേഷൻ കേട്ടോ ഇത്. ഇവിടെയാണ് ഒരു ഫേമസ് കുരിശുപള്ളിയുള്ള. ലെഫ്റ്റ് സൈഡിൽ കാണാം കേട്ടോ, ഈ ഒരു കുരിശുപള്ളി. ഗൈസ്, ബീച്ചേട്ടൻ റൗണ്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഇത് ആക്ച്വലി 1 വേ ആട്ടോ. പാലായിലെ 2 സൈക്ലിസ്റ്റുകളെ കണ്ടു ഗൈസ്. പക്ഷെ നമുക്ക് അറിയാവുന്ന ആരുമല്ല, അവരോട് നിർത്താൻ പോകണം. മോർണിംഗ്.
അങ്ങനെ നമ്മൾ ഈരാറ്റുപേട്ട എത്തി. അപ്പോൾ യൂഷ്വലി നമ്മളെപ്പോഴും ഈ ലെഫ്റ്റ് ആട്ടോ എടുക്കുന്നത്, അതായത് വാഗമൺ റൂട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പൂഞ്ഞാർ റൂട്ട് പോണേ. പാലം കയറി ലെഫ്റ്റ് ആയിരിക്കും. നമ്മുടെ മീനച്ചിലാറിൻ്റെ കുറുകെയുള്ള പാലം കേട്ടോ. ഇവിടുന്നും ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ ഒക്കെ കാണാം കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കോടയൊക്കെ ഉണ്ട്. അപ്പം ഇവിടുന്ന് ലെഫ്റ്റാണെന്നാണ് പറയുന്നത്. ചോദിക്കണം, വേണ്ടായിരിക്കും. അങ്ങനെ ചെറിയ ചാറ്റൽ മഴ വന്നിരിക്കുകയാണ് ഗൈസ്. ഈരാറ്റുപേട്ട എത്തിയപ്പോൾ. പെയ്യട്ടെ നനയട്ടെ. നനഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ചാടിയാൽ വലിയ കുഴപ്പമില്ലെന്ന്. ഉണ്ടല്ലോ. അത് വെള്ളത്തിൻ്റെ ആയിരിക്കും. രാവിലെ ചായ കുടിക്കാത്തതിൻ്റെ ബീച്ചേട്ടാ, ടയറൊക്കെ പാളുന്ന പോലെ. ഓഹോ, ബീച്ചേട്ടൻ രാവിലെ പഴമൊക്കെ കഴിച്ചെന്നാണ് പറയുന്നത്. നമ്മൾ വെറും വയറ്റിൽ 1.5 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഇറങ്ങി. പഴം ഇല്ലായിരുന്നു ബീച്ചേട്ടാ, അതുകൊണ്ടാ. ഈ പൂഞ്ഞാർ എത്തിയോ? പൂഞ്ഞാർന്നൊക്കെ ബോർഡ് കാണുന്നു. ഇല്ല, മറ്റേക്കാട്. പൂഞ്ഞാർ PO ആയിരിക്കും. അങ്ങനെ ഇവിടുന്ന് വീണ്ടും മുതുകോരമല റൂട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ഗ്രേറ്റ് ക്ലൈംസ് ആണ്. ഒരു 8-9 റേഞ്ച്, ഇപ്പോൾ 10. ഇതേ കിടക്കുന്നു നല്ല കയറ്റങ്ങൾ. ആഹാ, എന്താ ക്ലൈംബ്. നമുക്കത് വീഡിയോയിൽ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. 10% കേട്ടോ ഗ്രേഡ് വരുന്നത്. നല്ലൊരു കയറ്റം കഴിഞ്ഞിട്ട് ഒരു ഇറക്കം. ആഹാ, പട്ടി. വീണ്ടും അടുത്ത ചെറിയൊരു ക്ലൈംബാട്ടോ. അതായത് സൈഡിൽ കൂടെ വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. ചെറിയൊരു തോടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പോണ ആ ഒരു ചെറിയ വെള്ളച്ചാട്ടം മേ ബി ഈ തോട്ടിലേക്കുള്ളതായിരിക്കും. അപ്പോൾ ഇതൊരു വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല കേട്ടോ. അപ്പം അത്യാവശ്യം 1-2 ദിവസമൊക്കെ മഴ പെയ്യുവാണെങ്കിൽ വെള്ളം വരുന്ന ഒരു സ്പോട്ടാണ്. എന്തോരം ആഴമുണ്ടെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഇവിടെ ഈരാറ്റുപേട്ട സൈഡിലുള്ള ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് വന്ന് ചാടുന്ന കാണാം. ഒരു കുഞ്ഞി വൈബ് ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ നമ്മളാ പൂഞ്ഞാറിൽ നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് കൂട്ട് വഴിയാട്ടോ, മൂടി റോഡ്സ്. നല്ല തണുപ്പൊക്കെ ആയിട്ടെ. കൂടുതൽ ക്ലൈംബ് ഉണ്ട് കേട്ടോ. ചെറിയ ക്ലൈംബുകൾ, വലിയ ക്ലൈംബുകൾ. ആണോ? കൊള്ളാം കേട്ടോ. പക്ഷെ മണ്ണുള്ള മലകളാണ്, മണ്ണ് മലകളാണ്, പാറയല്ല. ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന മലകൾ. ഫുൾ ഗ്രീനറി ആണല്ലോ ബീച്ചേട്ടാ. വേറെ ഈ ദൂരെ നോക്കുവാണെങ്കിൽ നമുക്ക് മലകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കടയിൽ ചോദിച്ചപ്പം അങ്ങോട്ടൊക്കെ എത്തിപ്പെടാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞേ.
വഴുക്കലും പാറയും അതുപോലെ തോട്ടപ്പുഴയൊക്കെ ഒരുപാടുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ നമ്മൾ സൈക്കിളിനൊക്കെ വന്നാൽ വീണ്ടും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊരു ദിവസം ബൈക്കിന് വരാം, എന്നിട്ട് നടന്ന് കയറാം. എല്ലാം വെള്ളത്തിൻ്റെ സൗണ്ടാണല്ലോ. ഇടതും വലതും ഒക്കെ വെള്ളം കേട്ടോ. വലത് സൈഡിലൊരു തോടും ഇടത് സൈഡിൽ ചെറിയ തോടുണ്ട് കേട്ടോ. കൂടെ ക്ലൈമ്പുകളും. വാവ്, ഞാൻ ഒരു ആവേശത്തിന് അങ്ങ് വെറുതെ പറഞ്ഞാ. നോക്കിയപ്പോൾ നല്ല ക്ലൈമ്പ്. നമ്മളാ പറഞ്ഞ ചെറിയ തോടിന് കുറുകെയുള്ള വേറൊരു പാലാട്ടോ. ആ സൗണ്ട് കേട്ടോ വെള്ളം ഒഴുകുന്നത്. പിള്ളേരൊക്കെ തുറിച്ച് നോക്കുന്നു. നല്ല അടിപൊളി കയറ്റങ്ങളാണ് ഗൈസ്. ഞാൻ മുമ്പേ ഒരു ഓളത്തെ പറഞ്ഞതാണ്. അങ്ങനെ ആ ഒരു ക്ലൈംബ് ഏതാണ്ട് തീർന്നു എന്ന് തോന്നുന്നു. ഇവിടെ നോക്കും, ഇടത് സൈഡിലായിട്ടൊരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. അപ്പം ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യമാണ് നേരത്തെ ആ ചേട്ടൻ പറഞ്ഞത്. വീണ്ടും നല്ലൊരു കയറ്റം. പിന്നെ ഈ കയറ്റമൊക്കെ ചവിട്ടുമ്പം നമ്മൾ ദൂരെ ആ മലനിരകളൊക്കെ കാണുമ്പോൾ ചെറിയൊരു ആശ്വാസം. പച്ചപ്പും പിന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും. പിന്നെ അത് ഈ വളവ് കഴിഞ്ഞാൽ എത്തുമല്ലോ, അങ്ങനെയാണല്ലോ. ഈ വളവും കൂടെ ഉള്ളൂ. ബ്രേക്കില്ലെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ സ്ഥലം ഏകദേശം എത്തിയെന്ന് തോന്നുന്നു അല്ലേ? ആ കാണുന്ന പാലായിരിക്കും അല്ലേ? ആഹാ, ഇവിടെ ബസ്സൊക്കെ ഉണ്ടല്ലേ. വാവ് ഗൈസ്, ബസ്സൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉള്ളത് മുകളിലേക്കല്ലേ? 100 മീറ്റർ. അപ്പോൾ ഈ ഒരു കയറ്റം 100 മീറ്ററൂടെ അങ്ങ് കയറി കഴിയുമ്പോൾ ആ ഒരു ചെറിയ വെള്ളച്ചാട്ടം എത്തുട്ടോ. ഇവിടെ എല്ലാം നല്ല ഗ്രേഡുള്ള ക്ലൈംസാണ്. വിജയേട്ടാ ഇതൊക്കെ 10 ഉണ്ട്, 10. ഈ പാലത്തിൻ്റെ ഇടത് സൈഡിലാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം. ആഹാ, കൊള്ളാലേ. എന്തിന് ബീച്ചേട്ടാ?
അപ്പോൾ ഇതാണ് നമ്മുടെ വെട്ടുകല്ലുംകുഴി വെള്ളച്ചാട്ടം. അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ആഴം കൂടിയ കയമുണ്ട്, അപ്പം പരിചയമില്ലാത്തൊരു ഇറങ്ങലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് നല്ല ആഴമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല ഒഴുക്കമുള്ളതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും അങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മളിങ്ങ് ഒഴുകിപ്പോരും. അപ്പം നീന്തൽ നന്നായിട്ട് അറിയാൻ മേലാത്തൊരു ഇറങ്ങാണ്ടിരിക്കുക. അപ്പോൾ ഇന്നതേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു വെള്ളച്ചാട്ടം? അടിപൊളി വെള്ളച്ചാട്ടം, നല്ല തണുപ്പുണ്ടായിരുന്നു. ചെറിയ വെള്ളച്ചാട്ടമാണ്, പക്ഷെ എന്നാലും നല്ലൊരു വൈബാട്ടോ. അടിപൊളി ലൊക്കേഷൻ, ഈസി ആക്സസിബിൾ ആണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങനെ തിരിച്ചതേ അടിവാരമെത്തി വീണ്ടും ഒരു ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചായയും കുടിച്ച് നേരെ പോകുമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ കണ്ടോ, ഇങ്ങനെ ദൂരെ മലനിരകളൊക്കെ നൈസാട്ടോ. ഒരു ചെറിയ ഗ്രാമമാണ് അടിവാരം. ഇവിടെ ഒരു LP സ്കൂളൊക്കെ ഉണ്ട്. നമ്മൾ വന്നപ്പോൾ ഈ ബസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ, ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതെ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത മുകളിലേക്കുള്ള വഴി കേട്ടോ, വെള്ളച്ചാട്ടത്തിലേക്ക് പോകണ്ടേ. ചായ ലവർ. അപ്പോൾ അങ്ങനെ അടിവാരത്തുനിന്ന് ഒരു ചായയും കുടിച്ച് നമ്മളിതേ പോവുകയാണ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ പൂഞ്ഞാർ ഈരാറ്റുപേട്ട വരെ നമുക്കൊരു 2-3 ചെറിയ ക്ലൈംസേ ഉള്ളൂ കേട്ടോ. കാരണം ഇങ്ങോട്ട് ഫുള്ള് നമ്മൾ കയറ്റം കയറിയാണ് വന്നത്. അപ്പോൾ തിരിച്ച് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 80% ഡൗൺ ഹില്ലാട്ടോ. അപ്പോൾ ഒരുപാട് സ്പീഡിലൊന്നും പോകണില്ല, കാരണം ചെറിയ വഴികളാണ്. പിന്നെ മഴയൊക്കെ അല്ലേ, നമ്മുടെ റിം ബ്രേക്കൊക്കെ ആയതുകൊണ്ടും ഒരു മീഡിയം പേസിലങ്ങ് ചവിട്ടി ഇറങ്ങി പോവാം. അപ്പോൾ ബീച്ചായിട്ട് ഫ്രണ്ടേ പോയിട്ടുണ്ട്. KSRTC ഒക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി. അങ്ങനെ നമ്മൾ പൂഞ്ഞാറിന് പോണ വഴിക്ക് ഇടയ്ക്കൊരു വെള്ളത്തിൻ്റെ സൗണ്ട്, അതായത് നമ്മൾ നേരത്തെ ചാടിയ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് വരുന്ന വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പം ഇങ്ങനൊരു പാലം കണ്ടപ്പോൾ നിർത്തിയാണ്. എന്താ രസം നോക്കിയേ, നല്ല ആംബിയൻസ് ആട്ടോ. പക്ഷെ നല്ല ഒഴുക്കാണ് അവിടെയൊക്കെ, അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ല ആഴവും കാണും. ചേട്ടൻ അവിടെ അലക്കുന്നൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇറങ്ങാൻ പറ്റും കേട്ടോ. അത്യാവശ്യം മറ്റേ ഒഴുക്ക് കുറയുന്നുണ്ട്, കുറച്ചുകൂടെ സ്പ്രെഡായിട്ടാണ് വെള്ളം കിടക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ തെളിഞ്ഞ വെള്ളം കൂടിയല്ലേ, നമ്മുടെ അങ്ങോട്ട് ചെല്ലുമ്പോഴല്ലേ പിന്നെ. അങ്ങനെ 90 കിലോമീറ്ററിന് ശേഷം കോഴ എത്തുന്നു. രാവിലെ ഞങ്ങൾ മീറ്റ് ചെയ്ത ലൊക്കേഷൻ കേട്ടോ. അപ്പം എനിക്ക് കറക്റ്റ് 100 കിലോമീറ്റർ റൈഡാണ്. ബീജറിന് ഒരു 120-122 കിലോമീറ്റർ റൈഡ്. കുറേ നാളിന് ശേഷം ബീജറിൻ്റെ കൂടെ ഒരു നേച്ചർ ഫ്രണ്ട്ലി റൈഡ്. അപ്പോൾ ഓക്കെ ബീജേട്ടാ, ബൈ ബൈ ബൈ. അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു സൈക്ലിംഗ് വ്ളോഗ് കേട്ടോ. അപ്പോൾ എന്നോട് ഒരുപാട് പേരൊന്നും ചോദിച്ചില്ലെങ്കിലും 2-3 പേരൊക്കെ മെസ്സേജ് ചെയ്തു കേട്ടോ, ബ്രോ സൈക്ലിംഗ് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ച്. അപ്പം മൺസൂണൊക്കെ ആയി, വീണ്ടും ഇതുപോലെ സൈക്ലിംഗ് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ബൈ ബൈ.